എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? സ്വതന്ത്ര കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ഭാരം സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് വന്ന് നിങ്ങൾ എന്ത് ന്യായമാണ് പറയുന്നത്? ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? ഈ നാട്ടിൽ സാധാരണക്കാരർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? ഒരു ചെറുകിട കച്ചവടക്കാരന് ബിസിനസ് നടക്കുന്നുണ്ടോ? ഓട്ടോറിക്ഷകൾക്ക് ഓട്ടം നടക്കുന്നുണ്ടോ? കൂലിപ്പണിക്കാരന് കൂലിപ്പണിയുണ്ടോ? അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? ഒരു പെട്ടിക്കടക്കാരന് കച്ചവടം നടക്കുന്നുണ്ടോ? ഒരു ടെക്സ്റ്റൈൽസിൽ ബിസിനസ് നടക്കുന്നുണ്ടോ? റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടക്കുന്നുണ്ടോ? എല്ലാ മേഖലയെയും ടൂറിസ്റ്റ് ടാക്സി രംഗം തകർത്തു. മർമ്മം അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച. RSSന്റെയും കേന്ദ്രത്തിന്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കെതിരായി പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ ചെങ്കൊടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് സമരം നടത്തുന്ന പാർട്ടിയോട് ഞങ്ങൾ പറഞ്ഞു, 1 രൂപ ഒന്ന് കുറയ്ക്കുമോ? ഞങ്ങൾ കുറയ്ക്കില്ല കേട്ടോ, ജനങ്ങൾ അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞ ധാർഷ്ട്യത്തിന്റെ ഉടമകളാണ് നിങ്ങൾ. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു ഒരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഈ സംസ്ഥാനത്തിന്റെ കടം 7 കൊല്ലം കഴിയുമ്പോൾ 3 ലക്ഷം കോടിയിലേക്കും ഈ കൊല്ലം കഴിയുമ്പോൾ അത് 4 ലക്ഷം കോടിയിലേക്കും കേരളത്തിന്റെ പൊതുഖജനാവിലെ കടം കൂട്ടിയതല്ലാതെ നിങ്ങൾ കടം കുറയ്ക്കാൻ ഒരു കാര്യം നിങ്ങൾ ചെയ്തോ? പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാരനാണ്. ദൂർത്തിന്റെ പര്യായമായി ഒരു കുംഭമേള തന്നെ നിങ്ങൾ നടത്തി. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം. പാവപ്പെട്ടവനോട് മുണ്ട് മുറുക്കി ഉടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ സാധാരണക്കാരനെ പിഴിഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരെങ്കിലും കുടുംബാംഗങ്ങളും പരിവാരങ്ങളും വല്ലാതെ സുഖിക്കുന്നുണ്ടല്ലോ ഈ നാട്ടിൽ. ഞാൻ എന്താ അപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആഡംബര പ്രിയരായി 42 വാഹനങ്ങളുടെ അകമ്പടിയും ആംബുലൻസും അതുപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുമായി കറുപ്പിനെയും ഭയന്നുകൊണ്ട് കറുത്ത കൊടിയെയും സമരങ്ങളെയും പുച്ഛിച്ചുകൊണ്ട് ഒരു ചക്രവർത്തിയെ പോലെ വിരാജിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രി. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. കേരളത്തിൽ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പുത്തലത്ത് ദിനേശൻ നിങ്ങൾ പറയുന്നത് എന്താണ്? അയ്യോ, ഞങ്ങൾ ഇതെല്ലാം കൂട്ടിയത്, ഈ നികുതി ഭാരമെല്ലാം അടിച്ചേൽപ്പിച്ചത് ഞങ്ങളുടെ കയ്യിൽ കാശില്ല, പെൻഷൻ കൊടുക്കാൻ പോലും കാശില്ല, അതുകൊണ്ടാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. മാസം തോറും പെൻഷൻ പ്രഖ്യാപിച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസം 12,090 രൂപ 6 കൊല്ലക്കാലം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിന് പെൻഷൻ, കൂടാതെ 2.88 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി. 6 വർഷത്തെ സേവനത്തിന് കമ്പ്യൂട്ടേഷൻ ആയിട്ട് 6.44 ലക്ഷം രൂപ അധികവും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ ഉത്തരവ് അയച്ചു തരാം. എന്തൊരു കൊള്ളയാണ്. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ നിങ്ങളെ വല്ലാതെ പിന്തുണച്ചവരാണല്ലോ സർക്കാർ ജീവനക്കാര്. ആ സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവുണ്ട്. ഫിനാൻസ് ഡേ റൂൾ ബി GO 33/2023. എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. ലീവ് സറണ്ടർ 4 ഗഡു ക്ഷേമബത്തയും 15 DAയും അതുപോലെ തന്നെ PF-ൽ ശമ്പള കുടിശ്ശിക ലയിപ്പിക്കുന്നതുമെല്ലാം അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുന്നു. സാമ്പത്തിക ക്രൈസിസ്. ഏത് പോസ്റ്റൽ ബാലറ്റ് എടുത്ത് പൊട്ടിച്ചാലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കുത്തിത്തരുന്ന ജീവനക്കാരോടുണ്ടല്ലോ നിങ്ങൾ കാണിച്ച വല്ലാത്ത സ്നേഹം ഉത്തരവായിട്ട് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിനടുത്ത് പാറശാലയ്ക്കടുത്ത് കളിയിക്കാവിളയിൽ പെട്രോൾ അടിക്കാൻ പോയാൽ 6.14 രൂപ കുറവ്. ഇനി മംഗലാപുരത്ത് പെട്രോൾ അടിക്കാൻ പോയാലോ കർണാടകയിൽ 7.17 രൂപ കുറവ്. 7ഉം 8ഉം 14 രൂപ പെട്രോളിന് കുറയുമ്പോൾ പെട്രോളിന്റെ നികുതി ഭാരത്തിൽ പാവപ്പെട്ടവനെ നിങ്ങൾ പിഴിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. ഏറ്റവും അവസാനമായി എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കൂ എന്ന് പറയുന്നത് നിങ്ങള് 200 ചതുരശ്ര മീറ്റർ സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ 1400 രൂപയായിരുന്നു നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എങ്കിൽ ഇന്ന് പെർമിറ്റ് ഫീസായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് 20,000 രൂപ. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ഒരു പാവപ്പെട്ടവൻ വീട് വെക്കാൻ ഇറങ്ങിയാൽ 1200 കൊടുക്കേണ്ട സ്ഥാനത്ത് ഇനി 20,000 രൂപ പെർമിറ്റ് ഫീസ് കൊടുക്കണം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. നിങ്ങൾ KSRTC കുറിച്ച് പറഞ്ഞു 4 മാസക്കാലം 41 ദിവസം ശമ്പളരഹിത സേവനമെന്ന് അഖിലായസ് നായർ എന്ന് പറയുന്ന ഒരു വനിതാ കണ്ടക്ടർ. വല്ലാത്ത വനിതാ സ്നേഹവും തൊഴിലാളി സ്നേഹവും വഴിഞ്ഞുടങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകളോടാണ് കേട്ടോ. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയില് പറഞ്ഞ പോലെ അഖിലായസ് നായർ ഒരു കൊച്ചു ബാഡ്ജ്, ഒരു പ്രതിഷേധത്തിന്റെ ബാഡ്ജ് കിട്ടിയ ഉടനെ അവരെ വൈക്കത്തുനിന്ന് പാലായിലേക്ക് നാട് കടത്തിയിരിക്കുന്നു. സർ CP യെ പോലെ പിണറായി വിജയന്റെ ഗവൺമെന്റ്
ഇതാണ് KSRTC. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. KSRTC-യുടെ ശമ്പളം കൊടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയല്ല. ഇന്ന് ഹൈക്കോടതിയിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ്. അഭിമാനം വേണം, അഭിമാനം. ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തരപ്പായി. നിങ്ങൾക്കറിയാം, റെയിലിന്റെ പേരിൽ 68 കോടി രൂപയാണ് നിങ്ങൾ മഞ്ഞ കുറ്റി അടിച്ച് അവസാനം വേണ്ടാന്ന് വെച്ച് നശിപ്പിച്ചു കളഞ്ഞത്. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ അല്ലേ സാറേ? ഇനി തൊഴിൽ തട്ടിപ്പോ ആനാവൂർ നാഗപ്പന്റെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിങ്ങൾ മുട്ടുകാലിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ നിയമനങ്ങൾ ഉൾപ്പെടെ 12,000-ൽ പരം നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ സാധാരണ PSC എഴുതുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ മക്കളെ പോലും നിങ്ങൾ ചതിച്ചില്ലേ? രാഘവൻ പറഞ്ഞത് വാസ്തവം. അഴിമതിരഹിത പാർട്ടിയാണ് ഞങ്ങളെന്ന് പറഞ്ഞ നിങ്ങൾ ലോകായുക്തയുടെ പല്ലും നഖവും പറിച്ചെടുത്തു. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. ഒരു കൊല്ലം 4,000-ൽ പരം കേസുകൾ തിരുവനന്തപുരം ലോകായുക്തയിൽ ഫയൽ ചെയ്തിടത്ത് ഈ കൊല്ലം നിങ്ങള് ലോകായുക്തയെ നശിപ്പിച്ചതിന് ശേഷം, നിങ്ങൾ പല്ലും നഖവും പറിച്ചതിന് ശേഷം ആകെ ഫയൽ ചെയ്ത കേസിന്റെ എണ്ണം 402 കേസാണ്. ഏറ്റവും വലിയ ലഹരി മാഫിയ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടമല്ലേ ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ? എണ്ണപ്പെട്ട DYFI നേതാക്കന്മാർ കാസർഗോഡ് മുതൽ ഇങ്ങ് താഴെ തിരുവനന്തപുരം വരെ എണ്ണപ്പെട്ട DYFI നേതാക്കന്മാരെ നിങ്ങൾക്ക് പുറത്താക്കേണ്ടി വന്നു. മറന്നിട്ടൊന്നുമില്ല. അയ്യോ, എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ലേ. ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി അംഗം 1 കോടി രൂപയുടെ ലഹരിക്കടത്ത് കേസിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ മുമ്പിൽ നിന്നില്ലേ? ലഹരി റാക്കറ്റുകൾ കഴിഞ്ഞാടാൻ ഈ ഭരണകൂടത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ലേ? എന്നെ സംശയിക്കരുത്. ഏറ്റവും വലിയ നികുതി പിരിവ് ഈ നാട്ടിൽ ഇല്ലാതിരുന്നതിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ, ഏകദേശം 17,000 കോടി രൂപയിൽ പരം രൂപയാണ് അവസാനത്തെ കണക്ക് പ്രകാരം 21,797 കോടി ജുവലറികളിൽ നിന്നും പാറക്കോറികളിൽ നിന്നും ബാർ മുതലാളിമാരിൽ നിന്നും മാത്രം നിങ്ങൾ പിരിക്കാനില്ല. പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? നിങ്ങൾ ജുവലറിയിൽ തൊടില്ല, കോറി മുതലാളിമാരിൽ തൊടില്ല. പാവപ്പെട്ടവൻ ഒരു ബൈക്കും എടുത്തുകൊണ്ട് ഹെൽമറ്റ് ഇല്ലാതെ ഒരു വളവിലൂടെ പോയാൽ അവിടെ നിങ്ങൾ AMVയെയും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് ലാത്തി കൊണ്ട് എറിഞ്ഞിട്ട് നിങ്ങൾ 200-ഉം 500-ഉം 2,000-ഉം നിങ്ങൾ ഫൈൻ അടിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, എത്ര അഹങ്കാരമാണെന്ന് ആലോചിക്കണേ. ഒരു ജില്ലയ്ക്ക് നിങ്ങൾക്ക് ഓരോ ജില്ലകൾക്കും നിങ്ങളുടെ പിണറായി വിജയൻ സ്തുതികൾ എഴുതി വയ്ക്കാൻ PR വർക്ക് നടത്താൻ തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. PRD വകുപ്പിന് നിങ്ങൾ ഇന്നലെ അനുവദിച്ചത് 4.20 കോടി രൂപയാണ്. നീന്തൽക്കുളത്തെ കുറിച്ചോ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്തിനെ കുറിച്ചോ ചുറ്റുമതിലിനെ കുറിച്ചോ കാറിനെ കുറിച്ചോ അതുപോലെ തന്നെ ഈ നിങ്ങളുടെ ആഡംബരങ്ങളെ കുറിച്ചോ ഹെലികോപ്റ്ററിനെ കുറിച്ചോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊക്കെ ഞാൻ പലതവണ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. നിങ്ങൾ ആശുപത്രിയെ കുറിച്ച് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ മുന്നണിക്കകത്തും വീണ ജോർജിന്റെ ആരോഗ്യ വകുപ്പ് അമ്പേ പരാജയം. ആഭ്യന്തര വകുപ്പ് അതിനേക്കാൾ പരാജയം. എല്ലാ സെക്ടറുകളിലും നിങ്ങൾ വിലക്കയറ്റം കൊണ്ട് ജനങ്ങളെ ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.